നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട കുറച്ച് എസെൻഷ്യൽ സെറ്റിങ്സിനെ കുറിച്ചാണ്. ഈ 3 മാറ്റങ്ങൾ നമ്മളുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫോണിൻ്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിലെ ഇൻ്റർനെറ്റ് ട്രാഫിക് നമുക്ക് സേവ് ചെയ്യാനായിട്ടും സാധിക്കും. അതിനുശേഷം നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ സേഫ് ബ്രൗസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട്. ഇത് റിയൽ ടൈം AI പവർഡ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്കത് കണ്ടുപിടിച്ച് നമുക്കത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അടുത്ത സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ ബാക്കിലേക്ക് പോകുക. ബാക്കിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ മൂന്നാമതായ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നതിലേക്ക് ജസ്റ്റ് മാറ്റിയിടുക. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാച്ച് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഗുളികകളുടെ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സോഷ്യൽ മീഡിയ ആപ്പുകളിലേക്ക് പോകുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൊക്കെ, വാട്സപ്പ് എന്നിവയിലൊക്കെ നമുക്കത് പരസ്യം മുഖേന നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത് അത് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പരസ്യം വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മൂന്നാമത് കാണുന്ന ഈ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസിലേക്ക് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ പ്രീലോഡ് പേജസ് എന്നുള്ള ഒരു സെക്ഷനാണ്. അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സന്ദർശിച്ചേക്കാവുന്ന സൈറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യാൻ ബ്രൗസറിനെ സഹായിക്കുന്നു. അതായത് നമ്മളുടെ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ക്രോം ഒളിഞ്ഞിരുന്ന് കാണുകയും പിന്നീട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി നോക്കി നമുക്ക് നമ്മളുടെ മുന്നിലേക്ക് ആ പേജുകൾ, ആ വെബ്സൈറ്റുകൾ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നോ പ്രീലോഡിംഗ് എന്ന ഭാഗത്ത് ജസ്റ്റ് മാറ്റിയിടുക. അപ്പോൾ ഈ 3 സെറ്റിങ്സിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നമുക്ക് നമ്മളുടെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.